ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ രാവിലെ മഞ്ഞ് കാണാൻ എണീറ്റതാണ്. പക്ഷേ മഞ്ഞ് പൊതുവേ കുറവാണ്, എന്നാലും ചെറുതായിട്ട് മഞ്ഞുണ്ട്. പുഴയിൽ പോയാൽ ചിലപ്പോൾ നല്ല മഞ്ഞുണ്ടാവും. പക്ഷെ പുഴയ്ക്ക് പോകാൻ വയ്യ, തണുപ്പുണ്ട്. ഈ ചെറിയ മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 6:20, 6:30 ആയിട്ടില്ല. സാറിനൊന്നും ആരും എണീറ്റില്ല. ആരോ ഒരു കിളി എണീറ്റ് പാട്ട് കണ്ടിട്ടുണ്ട്, കേറാണ്. അപ്പോൾ ഇവിടെ വന്ന ആദ്യത്തെ പണിയായത് മുട്ടച്ചേട്ടൻ. ഈ പെൺകുട്ടികളൊക്കെ എണീറ്റാണ്. എവിടെ കുഞ്ഞിക്കിളി, പൈങ്കിളി, ചെല്ലക്കിളി, ലച്ചുമോളൊക്കെ എവിടെ? വാ വാ വാ, മുട്ടടിച്ചേരാ വാ. ആരും എണീറ്റിട്ടില്ല. അല്ല, എല്ലാം എണീറ്റാണ്. എണീറ്റിട്ട് അവിടെ കിടക്കുകയാണ്. ചായ കൂടി കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കുക. അതായത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു കേൾക്കാൻ വേണ്ടിയുള്ള ബിരിയാണി. രണ്ടാളും ഓരോ നുണയും പറഞ്ഞാണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ പൊടിച്ചിട്ടില്ല. ഈ ചിക്കനൊക്കെ നന്നാക്കി കൊടുത്തൊക്കെ റെഡിയാക്കിയിട്ട് വേണം. എനിക്ക് 2 നാത്തുമാരുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കില്ല, എന്തൊക്കെയാ നുണ പറയുന്നുണ്ട്. കിളികൾ വരെ ഫോണിലായതൊക്കെ കണ്ടോ. കുഞ്ഞിക്കിളി, പൈങ്കിളികളൊക്കെ ഫോണിലാണ്. എല്ലാവരും ഫോണിലാണ്. ചിക്കനൊക്കെ കഴുകിതാ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇതാ വറുക്കടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ വെള്ളത്തിൽ നാരങ്ങയും പട്ടയും നാരങ്ങയും കറുവപ്പട്ടയും ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് അരിയിട്ട് തിളപ്പിച്ചിട്ട് പകുതി വേകുമ്പോൾ ഊറ്റിയെടുക്കുക. ഇങ്ങനെയാണ് ബിരിയാണി. നമ്മൾ ദമ്മിടുന്നല്ലോ അല്ലേ, ചോറ് ഊറ്റിയിട്ടാണ് നമ്മൾ ദമ്മിടുക. അങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ കുളിക്കാൻ പോകുന്നതാണ് കേട്ടോ, പുഴയ്ക്ക്, ഞങ്ങളെ സ്വന്തം കടവിലേക്ക്. ഞങ്ങളെ പൊത്തും കുട്ടികൾ അച്ഛനതാ അവർക്ക് വെള്ളം കൊടുക്കുന്നു. അച്ഛനതായിട്ട് പുണ്ണാക്ക് കൊടുക്കണ, വെള്ളം കൊടുക്കണ. കർമ്മൂസയും കാന്താരിയൊക്കെ വേണ്ടിയിരുന്നു. അക്കരക്കോ ഒക്കെ പുഴേൻ്റെ അക്കരക്ക് അങ്ങോട്ട് നീന്തൽ പഠിപ്പിക്കും. പുഴേൻ്റെ അക്കരക്കിട്ട് ഇവരവിടെ നിന്ന് അക്കരെ പോയി തിന്നും. എന്താ പറഞ്ഞേ? അച്ഛന് വന്നു. കുട്ടികളൊക്കെ പിണ്ണാക്കും വെള്ളമൊക്കെ കൊടുത്തിട്ട് നേരെ പുഴേൻ്റെ അക്കരക്ക് അങ്ങോട്ട് വിടും. ഒരു പുഴ നീന്തി കടന്ന് അക്കരെ പോയി തിന്നും. ഈ വഴിയൊക്കെ ഞാൻ ഇന്നാളെ എടുത്ത വഴിയാണ്. എൻ്റെ അമ്മേ, നമുക്ക് എങ്ങനെ ഇറങ്ങുക? ബാലുക്കുട്ടനും പ്രസാദേട്ടനും പുഴയിലെത്തി, കുളിക്കാൻ തുടങ്ങി. അല്ലുകുട്ടൻ എങ്ങോട്ടോ പോയി. സ്കൂളില്ലാത്ത ദിവസം ഇവരിങ്ങനെ തന്നെ. ഇവിടെ സ്കൂളില്ല കേട്ടോ, ഇന്നും നാളെയൊന്നും. ഇന്നലെ ഇലക്ഷൻ ആയിട്ടില്ല. ഇന്ന് ഉച്ച വരെയൊക്കെ സ്കൂളുണ്ട്. പക്ഷെ എന്താ, ടീച്ചർമാരൊക്കെ കുറവായിരിക്കും. അപ്പോൾ പിള്ളേരൊന്നും പോയിട്ടില്ല. പിന്നെ നാളെ പോട്ടെണ്ണുന്ന ദിവസമല്ലേ, അപ്പോൾ പിന്നെ സ്കൂളില്ല. ഇവരത് താഴെ എത്തി, ഞങ്ങൾ സ്വന്തം കടവിലെത്തി. പുഴയിൽ അവിടെ നിന്നാണ് പോത്തും കുട്ടികളെ പുഴയിൽ അക്കരക്ക് നീന്തിക്കുക. 2 ആൾക്കാർ ഇതാ താഴെ കുളിക്കുക. 2 കന്നുകുട്ടികൾ ഇവരൊക്കെ ഇങ്ങനെ പുഴേൻ്റെ തീരത്ത് ഇങ്ങനെ കെട്ടിയിടും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, പുല്ലും തിന്നാം. ഒന്നിതാ വെള്ളത്തിൽ കിടക്കുന്നത്. പോത്തിനെ കന്നിനെ കയം കാണിക്കരുത് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. വെള്ളം കണ്ടാൽ പിന്നെ തിന്നുമില്ല, ഒന്നുമില്ല. വെള്ളത്തിലിറങ്ങി ഇങ്ങനെ കിടക്കുക. ഇത് വൈകുന്നേരം വരെ വേണമെങ്കിൽ കിടക്കും. എൻ്റെ ചേട്ടൻ വെള്ളത്തിലിറങ്ങിയല്ലോ. അല്ല, ഇത് കുളി തുടങ്ങിയോ? ഇതാ നിറയെ പരലുണ്ടല്ലേ പാൽക്കുട്ട. ഈ ആട്ടിയാലേ അതൊക്കെ പോകൂലേ? ഇതാ കാണുന്നുണ്ടോ? ഞാൻ വീഡിയോയിലൊന്നും കാണുന്നില്ല, വെയിലായതുകൊണ്ട്.
നിറയെ പരലുണ്ട് ബസ്സാട്ടാ, പരല് മീനുകൾ. എവിടെ സോപ്പ് ഇട്ട് കൊടുക്കടാ. മാമന് ഇനി വെള്ളത്തിൽ നിന്ന് പൊങ്ങൂല. ഈ നട്ടുച്ച നേരത്ത് ഞങ്ങളല്ലാതെ കുളിക്കാൻ വരിക. ഉച്ച നേരം എന്ന് പറഞ്ഞാൽ 10:30 ആയിട്ടുള്ളൂ കേട്ടോ സമയം. ഞങ്ങൾ ഇന്നലെ വീട്ടിൽ നിന്ന് പോകുന്ന സമയമാണത്. വീട്ടിൽ ബിരിയാണി വെക്കാനുള്ള സാധനങ്ങൾ ചിക്കനൊക്കെ റെഡിയാക്കി കൊടുത്തു. പിന്നെ മറ്റേ മസാലകളൊക്കെ ദാത്തുമാരെന്നെ ശരിയാക്കിയിരുന്നു. ഒരു ബിരിയാണി വെക്കും, അപ്പോഴേക്കും ഞങ്ങൾ കുളിച്ച് വെക്കും. അച്ഛനതാ അവിടെ കന്നുകുട്ടികളെ പോത്തുംകുട്ടികളെ അക്കരക്ക് നീന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ ചേട്ടാ അങ്ങോട്ട് നോക്ക്, നീന്തുന്നുണ്ടോ? പോത്തും കുട്ടികൾ നീന്തണ കണ്ടോ? വരിക്ക് കണ്ടില്ലേ? അച്ചൻപോത്തല്ല, അച്ചൻപോത്തും കുട്ടൻപോത്തും അല്ല, അത് ഒറിജിനൽ. അത് അക്കരെത്തി, അക്കരെത്തി. അച്ഛൻ ഇങ്ങനെ നീന്തലും. അച്ഛനതാ ബാക്കില്, പ്രസാദ് അച്ഛനതാ ബാക്കില്. അവരക്കരെ എത്തി. ഇനി അക്കരെ ദാ ആ കാണുന്ന മുളങ്കാടും പിന്നെ ആ വെള്ളപ്പൂക്കളും അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള പുല്ലുകളൊക്കെ തിന്നിട്ട് അവർ വയറ് നിറച്ചിട്ട് വൈകുന്നേരം നേരെ തിരിച്ചിങ്ങോട്ട് നിന്നു. വൈകുന്നേരം പിന്നെ അവർ നീന്തൽ പഠിപ്പിക്കേണ്ട, അവരിങ്ങോട്ട് നീന്തി വന്നോളൂ. അച്ഛനതാ ഏറ്റവും ലാസ്റ്റ്. അങ്ങനെ കുളി കഴിഞ്ഞു. ഇനി അടുത്ത ലീവിന് വരുമ്പോൾ കുളിക്കാം. കുളി കഴിഞ്ഞു, ഡ്രസ്സാടനൊക്കെ പോയി. എന്താ വെയിലത്ത് എൻ്റെ ഒപ്പം പോകുന്ന 2 ആൾക്കാരെ കാണാൻ തന്നെയല്ല. 2 ആളും വെയിലായപ്പോൾ വേഗം കുളിയും കഴിഞ്ഞ് ഓടി കയറി ആ മരത്തിൻ്റെ ചൂടില്ലതാ. അച്ഛനതാ പുഴേൻ്റെ അക്കരേന്ന് ഇക്കരക്ക് എന്നെ നീന്തുന്നു. ഈ മഞ്ഞ വേലി കെട്ടിയില്ലേ, അതിൻ്റെ ഉള്ളിൽ അച്ഛൻ തീറ്റപ്പുല്ല് കൃഷി ചെയ്താണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തത് പയറ് നട്ടിട്ടുണ്ട്. പിന്നെ കപ്പയുണ്ട്, കപ്പ അത് നട്ടിട്ടുണ്ട്. കുളി കഴിഞ്ഞ് വന്നു. ഞങ്ങൾ ഇങ്ങനെ സിമോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ബിരിയാണി കഥാ റെഡി. ചിക്കൻ വേറെ വെച്ചതാണ്. ബിരിയാണി ഇതാ റെഡിയായി, ചിക്കനും റെഡി. അപ്പോൾ ഇതാ ചോറും കറിയൊക്കെ റെഡിയായി. പ്രസാദേട്ടനും എൻ്റെ പൊന്നാങ്ങളെയും കൂടി ഇതാ ഭക്ഷണം കഴിക്കുന്നത്. ഇവർ ഭക്ഷണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. അതിൻ്റെ ഇടയിൽ ഇതാ പിള്ളേരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇതങ്ങനെ വിശ്രമത്തിലാണ്. അപ്പോൾ വിശ്രമിക്കാനൊന്നും സമയമില്ല. ഇപ്പോൾ 2:30 മണിയായി. ഒരു 4-4:30 ആകുമ്പോൾ ഞങ്ങൾ വളയത്ത് വീട്ടിലേക്ക് പോകും. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വളയത്ത് വെച്ച് തന്നിട്ടോ. താങ്ക് യു.